ಒಬ್ರು ಇಲ್ಲ ಈ ಹೋಟೆಲ್ ಇರೋದು ಒಬ್ರು ಇಲ್ಲ ಈ ಪೇಪರ್ ಇಲ್ಲರು ಒಂದು ಓಟ್ ಇಲ್ಲ 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 ಯಾರು ഇല്ല നമ്മളിപ്പോ കണ്ട ആളാരാന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഇതാണ് 80 പേര് ഒരു റൂമിൽ താമസിച്ച ആ റൂമിന്റെ ഉടമ. അതായത് ഇന്നലെ കുറെ സംഘ പരിവാര ചാനലുകളിൽ നമ്മൾ കണ്ടു ഈ പറഞ്ഞ 80 പേരടങ്ങുന്ന ആ ഒരു റൂമിന്റെ ഉടമ ഒരു കോൺഗ്രസ്സുകാരനാണ്, അയാളാണ് വോട്ട് ചേർത്തത് എന്നുള്ളത്. ഏതാണെങ്കിലും അയാളുടെ വാവുകൊണ്ട് തന്നെ പറയുന്നുണ്ട് അയാൾ ഒരു BJP കാരനാണെന്നുള്ളതും അയാൾക്കറിയില്ല അയാളുടെ റൂമിൽ എത്രത്തോളം ആളുകൾ എങ്ങനെ വന്നു എന്നുള്ളതും. അയാൾ ഇങ്ങനത്തെ ആൾക്കാരായിട്ട് വന്നതായിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഏതായാലും അയാൾ പറഞ്ഞ കുറച്ചുകൂടെ കാര്യങ്ങൾ കേട്ടിട്ട് ഒന്നല്ല ഇത് രാജ്യം മൊത്തത്തിലുണ്ട് എന്നുള്ളത് ഇന്നലെ ഇന്നും വരെ തെളിഞ്ഞിട്ടുണ്ട്. അതുകൂടെ കാണാം. I'm Kora Abraham and I'm standing here at the Munni Reddy layout in Mahadevpura constituency in Bengaluru. This is the area where Rahul Gandhi in a press conference said that more than 80 voters were registered in one single room. Now, as you can see, there are around plenty of rooms here. There are around 8 rooms in one area and another 8 rooms in another line, and then more than 16 rooms in another layout. So, while there are around 35 rooms here, now all the people are, the registrations of all the voters are in one room number, which is room number 35. But here's the catch. Most of the people here in this layout are not voters in Karnataka. So who are the 80 voters in this list? This house belongs to a man named Jairam Reddy. He first told the media that he is a BJP sympathizer but denies other links. We showed this list to him and he does not recognize anyone from it. ಇಲ್ಲಿರೋದು 35 ಮನೆಯಲ್ಲಿ ಒಂದೊಂದು ಮನೆಯಲ್ಲಿ ಇಬ್ರಿಬ್ರು ಇದ್ದಾರೆ. ಇಬ್ರಿಬ್ರು ಇದ್ಕೊಂಡು 35 ಮನೆಯಲ್ಲಿ 70 ಜನ ಆಯಿತು. 70 ಜನದಲ್ಲಿ 80 ಜನ ಎಲ್ಲಿಂದ ತಗೊಂಡು ನಾವು ಮಡ್ಕೋಕ್ಕಾಗುತ್ತೆ ಹೇಳಿ? ಅಲ್ಲ 80 ಜನ ನಾವು ತಗೊಂಬಂದು ಎಲ್ಲಿ ಮಾಡ್ಕೊಂಡು ನಾವೇನು ಮಾಡೋಕ್ಕಾಗುತ್ತೆ ಹೇಳಿ? ಕೊರೋನಾಗ ಮೊದಲಿದ್ದಕ್ಕೂ ಓಟ್ ಇಲ್ಲ ಅವ್ರದ್ದು. ಬೇರೆ ಕಡೆಯಿಂದ ಎಲ್ಲೋ ಬಂದಿದ್ರು, ಬಂದು 2 ತಿಂಗಳು 3 ತಿಂಗಳು 6 ತಿಂಗಳು ವರ್ಷ 2 ವರ್ಷ ಇದ್ದು ಹೋದ್ರು ಅಷ್ಟೇ. ಇಲ್ಲಿ ಯಾರ್ದು ನಮ್ಮ ವಟಾರದಲ್ಲಿ 80 ಓಟು ನನ್ನ ಲೈಫಲ್ಲಿ ನಾನು ನೋಡಲಿಲ್ಲ. ಇಲ್ಲ ಸರ್, ಇಲ್ಲ ಸರ್, ಇಲ್ಲ 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 ಯಾರು ಇಲ್ಲ 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 ಯಾರು ಇಲ್ಲ. അതായത് ഒന്നുമില്ല. അപ്പച്ചൻ പറയുന്നത് ഈ പറഞ്ഞ ആൾക്കാരൊന്നും അപ്പച്ചൻ അറിയില്ല, അയാൾ തന്നെ അവിടെ താമസിപ്പിച്ചിട്ടില്ല. പിന്നെ കുറെ ആളുകൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അവിടെ എന്താ പറയാ 1 മാസം 2 മാസം 3 മാസമൊക്കെ വന്ന് താമസിച്ച് പോകുന്നുണ്ട്. ഇവരാരെയും വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുമില്ല നമ്മുടെ BJP കാരനായിട്ടുള്ള ഈ മുതലാളി. അപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം അവിടെ തീർന്നല്ലോ അല്ലേ? നമ്മുടെ സംഘച്ചൊറി അവിടെ തീർന്നു കിട്ടി. ഇനി ഈ റൂമിന്റെ തൊട്ടപ്പുറത്ത് ഒരാൾ 35 വർഷമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. അയാൾക്ക് ഇത് മൊത്തം കാണിച്ചിട്ടില്ല, ഒരാളെ പോലും അയാൾക്ക് അറിയില്ല. Nitish Mandal. This is Nitish Mandal. He has been staying here for the last kitna years? 36 years. 36 years. He's been staying here for the last 36 years and he's staying in the adjacent room number 34. Where आप ये लोग देखें, नहीं केयरफुल नहीं देखें. यहाँ पे आप 36 years यहाँ पे हैं, बट यहाँ पे लोग कहाँ से आया? इधर पश्चिम बंगाल का है, असम का है, कर्नाटका से वोटर्स नहीं वोटर. കേട്ടല്ലോ. അപ്പൊ ഇനിയും നമ്മുടെ ചാനലുകളിലും മറ്റ് യൂട്യൂബ് ചാനലുകളിലൊക്കെ വന്ന് ഇരുന്നിട്ട് മെഴുകുന്ന സംഘപരിക്കൂട്ടങ്ങളെ ഇപ്പോഴെങ്കിലും ആരും മനസ്സിലാക്കുക. അവിടെ ചേർത്തിട്ടുണ്ട്, അവിടെ അല്ല, അവിടെ ഒരുപാട് സ്ഥലത്ത് തോന്നിയ പോലെ ഈ പറഞ്ഞ BJP-ക്കാർ ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടെയും അല്ലെങ്കിൽ ആസനം താങ്ങിയിട്ടും അവിടെ ഇഷ്ടം പോലെ വോട്ട് ചേർത്തിട്ടുണ്ട്. ഈ ചേർത്തലൊക്കെ തന്നെയാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ നിങ്ങളുടെ മോദിജി ഇപ്പോഴും ഇങ്ങനെ താടിച്ച് ഇങ്ങനെ വളർന്നിരിക്കുന്നത്, വിശ്വഗുരു എന്നും പേരും വെച്ചിട്ട്. അതല്ലാണ്ട് ഒരു കുരു ഇല്ല എന്നുള്ളത് ഇതോടുകൂടി കാര്യം മനസ്സിലായി. ഇനി അത് മാത്രമല്ല, തൊട്ടപ്പുറത്തെ മറ്റൊരു മണ്ഡലത്തിൽ 315 ആൾക്കാരാണ് ഒരു ചെറിയ കെട്ടിടത്തിൽ താമസിക്കുന്നത്. അതും റിപ്പോർട്ടർ എന്ന് പോയി കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ക്ലിപ്പ് കാണും. രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിൽ നടുങ്ങിയിരിക്കുകയാണ് രാജ്യം. ചില ആൾക്കാർക്ക് നടുക്കൊന്നുമില്ല, അവർ സ്ഥിരമായിട്ട് ഉറക്കത്തിലാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഉറങ്ങുന്നില്ല. നമ്മൾ കൃത്യമായ അന്വേഷണത്തിന്റെ ചുവട് പിടിച്ച് തന്നെ മുന്നോട്ട് പോയി. ഇപ്പോൾ കർണാടകയിലെ വോട്ട് ക്രമക്കേടിന്റെ ഓരോരോ തെളിവുകൾ റിപ്പോർട്ടർ TV പുറത്തുവിടുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ആ വെളിപ്പെടുത്തലിനെ തുടർന്ന് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ബാംഗ്ലൂരു സെൻട്രൽ മണ്ഡലത്തിന് സമാനമായ രീതിയിൽ ബാംഗ്ലൂരു നോർത്ത് മണ്ഡലത്തിലും റിപ്പോർട്ടർ ചില ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ബാംഗ്ലൂരു സെൻട്രൽ മണ്ഡലത്തിലെ മഹാദേവ്പുരയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതെങ്കിൽ ഞങ്ങളുടെ വാർത്താ സംഘം VS രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണം ബാംഗ്ലൂർ നോർത്തിലും സമാനമായ ക്രമക്കേടുകൾ
രേഖകൾ കണ്ടെത്തി. KR പുരം മണ്ഡലത്തിലെ ഇസ്ലാംപൂരിലെ ഒരു കെട്ടിടത്തിൽ, ഒരൊറ്റ കെട്ടിടത്തിൽ മാത്രം 315 വോട്ടുകളാണ് വോട്ടർ പട്ടികയിലുള്ളത്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം. വോട്ടർ പട്ടികയിലെ തട്ടിപ്പിനെതിരെ നേരത്തെ പരാതിയൊക്കെ കൊടുത്തിരുന്നതാണ്. പക്ഷേ എങ്കിലും നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു കേസ് പോലും ഈ വിഷയത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഒരു കെട്ടിടത്തിൽ മാത്രം 315 വോട്ടർമാരെയാണ് ബാംഗ്ലൂർ നോർത്ത് മണ്ഡലത്തിൽ ചേർത്തത്. ഇപ്പോൾ ആ കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ കുറിച്ചുള്ള വിവരവും ഞങ്ങൾ അന്വേഷിച്ചു. കെട്ടിടത്തിലെ ഉടമസ്ഥൻ ആരായിരിക്കും? BJP കാരനാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു പ്രതികരണമുണ്ട്. അവിടെ KR പുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന DK മോഹനെ ഞങ്ങളുടെ വാർത്താ സംഘം കണ്ടു. VS രഞ്ജിത്ത്, DK മോഹൻ ഞങ്ങളോട് സംസാരിച്ചു. കേൾക്കാം. Last time in 2023, May 10th was the election. May 9th, we were just watching what these people, we knew that they were doing some manipulative things, so we were watching, our workers were watching. Once when we were watching, we were able to catch one car where it was a BJP leader's car, where BJP material was there. Along with it, 355 voter ID cards were there. So 355, there were around 4 to 5 cars, but we were able to catch only one car, and we called election officers to that point, and our people also were there, and we were able to record what they were doing. So because of people were taking photo, and we had informed the election commission officials came and seized the vehicle. They seized the vehicle and they got 355 voter ID cards, and they seized it. And there was a preliminary FIR filed in HL police station against the person who was holding that 355 ID cards. How in one building they were able to make 355 voter IDs in one building. For that, evidence is here only, where an FIR has been registered and clear cut. Now charges has been filed, because I am not a party to it. Election Commission is the party. Election Commission has filed a case, so there is no question of we manipulating or we are just making allegation. It is not so. This is a concrete evidence how 355 votes we are able to find out. There are a lot of votes like this, around 15,000 votes, but as you know, to identify it is very difficult in the area like our constituency. കേട്ടല്ലോ നിങ്ങൾ. ഇതുപോലെ ഇവിടെ മാത്രമൊന്നുമല്ല കേട്ടോ. ഇന്നിപ്പം എന്താ പറയുക, തേജസ്വി യാദവ് ബീഹാറിന്ന് പുതിയൊരു ലിസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. അവിടെ തിരിമറി, അതായത് ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടെയും അറിവോടെയും അവരുടെ എല്ലാ താങ്ങലോടും കൂടി അവിടെ ചേർത്തിയിട്ടും അവിടെ വെട്ടിക്കളഞ്ഞിട്ടുള്ള വോട്ടിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കൊണ്ട് പുള്ളി ഇന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇപ്പം സത്യത്തിൽ കോൺഗ്രസ്സുകാരെ നിങ്ങൾ ഇപ്പോഴാണെന്ന് കണ്ണ് തുറന്നത്. എന്താണ് നടക്കുന്നത്? നിങ്ങൾ വിചാരിച്ച് മോദിജിയുടെ പവർ കണ്ടിട്ട് ആൾക്കാർ വോട്ട് ചെയ്യും. മോദിജിയുടെ പവർ പോയിട്ട് അവിടെ ഒരു പോലും ഇല്ല എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. അത് കാണാണ്ട് ആൾക്കാർ ഇങ്ങനെ തോന്നിയ പോലെ വോട്ട് ചേർത്ത് അവിടെ നിന്ന് കട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ കട്ടും ചെയ്ത് അല്ലാത്തടത്ത് അവർ ചേർത്തുകയും ചെയ്ത് ഇങ്ങനെ കഴിഞ്ഞ 2-3 ടൈമൊക്കെ ആയിട്ട് ഇങ്ങനെ ജയിച്ചു പോയി. വെറുതെ കുറേ പാവപ്പെട്ട വിവരമില്ലാത്ത മൊണ്ണ സംഖ്യകളെ പല സാധനങ്ങളും പറഞ്ഞ് കയറ്റിയിട്ട് അവന്മാരെ തലയിൽ കയറ്റി വെച്ചിട്ട് ജയ് വിളിക്കാനും ഈ പറഞ്ഞ പോലെ ഒരു കാര്യമില്ലാണ്ട് പല കാര്യം പറയുന്നില്ല, അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഇങ്ങനെ മുന്നോട്ട് പോയതാണ് ഈ കഴിഞ്ഞ 3 ടൈം. കഴിഞ്ഞ ഒരു ടൈമില്ല, 3 ടൈമിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. കാരണം ഇലക്ട്രോൾ ബോണ്ടായിട്ടും അല്ലാത്ത പൈസ ആയിട്ടും ഫണ്ട് ഇഷ്ടം പോലെ BJPയുടെ കയ്യിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. 6,000-7,000 കോടി ഇലക്ട്രോൾ ബോണ്ട് ത്രൂ കിട്ടുന്ന സമയത്ത് കോൺഗ്രസിനും ബാക്കിയുള്ളവരും കിട്ടുന്നത് 1000 കോടിയുടെ താഴത്താണ്. അപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് ഈ പൈസ ഇവിടെ പോയി. ഈ പൈസ ഈ പറഞ്ഞ പരിപാടിക്കൊക്കെ ആൾക്കാരെ കയ്യിലേക്ക് തള്ളിക്കൊടുത്തു, അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുത്തു. അവർ വോട്ട് തിരിച്ചുകൊണ്ടിരുന്നു. അത് ഇപ്പോഴെങ്കിലും ഇനി മനസ്സിലാക്കുക. ഇതൊരു നല്ലൊരു അവസരമാണ് എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും. അതല്ലാണ്ട് പല സംഘ ചാനലുകളും പല സംഖ്യകളും വന്നിട്ട് പല വർത്താനം പറയും. അതിൽ വീകണ്ട. ഇന്നലെ നമ്മുടെ മറ്റേ മലനാടൻ്റെ ഒരു വീഡിയോ കണ്ടു. ഭയങ്കരമായിട്ട് മലനാടൻ അത് രാഹുൽ ഗാന്ധി പറയാൻ തെറ്റാന്നും പറഞ്ഞിട്ട് വരുന്നത് എന്താണ്, കഴിഞ്ഞ 2-3 ടേമിലായിട്ട് BJPക്ക് ഇത്ര വോട്ട് കിട്ടിയിട്ട് എടാ അന്നും ഇതുപോലൊക്കെ തന്നെ വോട്ട് ഉണ്ടായിണ്ടാവുക. പിന്നെ ഇപ്രാവശ്യം കുറഞ്ഞിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഇപ്രാവശ്യം വീണ്ടും പൊട്ടിത്തോക്കേണ്ടടുത്താണ് ഈ പരിപാടി കാണിച്ചു വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ
ഈ മലനാടനൊക്കെ ഉണ്ടല്ലോ, ഈ BJPന്റെ ആസനം താങ്ങി 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 ഇവന്റെ ഒക്കെ വയറ് വീർത്ത് പോക്കറ്റും വീർക്കുന്നത് നിങ്ങൾ ആരും കാണുന്നില്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. അപ്പം ഇവനൊക്കെ ഇമ്മാതിരി പല ചെറ്റവർത്താനങ്ങളും പറഞ്ഞു വരും. പക്ഷേ വോട്ട് ആഡ് ചെയ്തതിന്റെയും കള്ള വോട്ടിന്റെ ഇതിന്റെ ഒന്നും അവന് വർത്താനമില്ല. ഓൻ പറയുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണ്. അവിടെ 6 സ്ഥലത്തല്ല 4 സ്ഥലത്താണ് കോൺഗ്രസ് വെച്ച്, 4 സ്ഥലത്ത് അങ്ങനെയാണെങ്കിൽ 4 സ്ഥലത്തും BJP പരിപാടി കാണിച്ചിട്ടുണ്ട് എന്ന് പറയണം. കോൺഗ്രസ് പറഞ്ഞത് രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു സ്ഥലത്ത് മാത്രം കൂട്ടിയെന്നാണ് മലനാടൻ പറഞ്ഞത് തെറ്റാണ്, 4 സ്ഥലത്ത് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ 4 സ്ഥലത്തും കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ BJPന്റെ മൂഡ് താങ്ങാൻ വേണ്ടിയിട്ട് പൈസ അമുക്കി തിന്നുന്ന ഒരു സാധനത്തിന് ഞാൻ വേറെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇന്ന് പുതിയൊരു രാവിലെ BJPന്റെ മറ്റൊരു താങ്ങൽ വീഡിയോ ഇട്ടിട്ടുണ്ട് മലനാടൻ. സുരേഷ് ഗോപിന്റെ പുറത്തിട്ടല്ലേ സുരേഷ് ഗോപിന്റെ മെക്കിട്ട് കയറുന്നത് എന്തിനാന്ന് ചോദിച്ചിട്ട്. സുരേഷ് ഗോപിന്റെ മെക്കിട്ട് കയറാൻ കാരണം ഒരു കാര്യം പറയുന്നത്, സ്വന്തം വീട്ടിൽ എല്ലാവരെയും കൊണ്ട് അവിടെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു, 2 ദിവസം അവിടെ കൊണ്ട് പാർപ്പിച്ചു, അങ്ങോട്ട് വോട്ട് മാറി അവിടെ വോട്ട് ചെയ്യിപ്പിച്ചു. അത് ന്യായമല്ലേ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ പല ആൾക്കാരും ചെയ്യുന്നില്ല. പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപിന്റെ വീട്ടിൽ മാത്രമായിക്കൊള്ളുന്നില്ലല്ലോ. 75,000 വോട്ടിനാണ് സുരേഷ് ഗോപി ജയിച്ചത്. ഈ ഒരു 2 ദിവസത്തേക്ക് ഇവന് തോന്നിയ ഒരു 10 ഇത്രയും ആൾക്കാരെ അല്ലെങ്കിൽ ഒരു കൂടുതൽ ആൾക്കാരെയും കൂടെ അവിടെ കൊണ്ട് പല സ്ഥലത്ത് വാടകയ്ക്ക് താമസിപ്പിച്ച് ഇതേപോലെ വോട്ട് ചേർത്തി കൂടെ? ഇത്രയും ചെയ്തവർക്ക് ഇങ്ങനത്തെ വോട്ട് ആഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം 2019 സുരേഷ് ഗോപിക്കും നമ്മുടെ എന്താ പറയുക TN പ്രതാപന്റെയും വോട്ടിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ്, അതായത് 2,93,822 വോട്ടാണ് സുരേഷ് ഗോപിക്ക്. അന്ന് പ്രതാപന് കിട്ടുന്നത് 4,15,000 വോട്ടുകളാണ്. അപ്പൊ ഏകദേശം നിങ്ങൾ നോക്കുമ്പം 1,07,000 വോട്ടിന് ഡിഫറൻസ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് വോട്ട് സുരേഷ് ഗോപി മറ്റേ മാതാവിന് കിരീടം വെച്ചിട്ടും കേക്ക് കട്ട് ചെയ്തുണ്ടാക്കി. ബാക്കി വോട്ട് ഇതുപോലെ ഒരു 10-25 ആൾക്കാർ അവിടെ കൊണ്ട് പാർപ്പിച്ച് അതിനുള്ള ഫണ്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഫണ്ട് എന്താ പറയുക, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ അതിൽ ഇഷ്ടം പോലെ ഉണ്ട്. അവർ ഇഷ്ടം പോലെ കള്ളഫണ്ട് ഒതുക്കി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൊണ്ട് അവിടെ കുറച്ച് ആൾക്കാരെ താമസിപ്പിച്ച് വോട്ടും ഉണ്ടാക്കി സുഖമായിട്ട് ജയിച്ചു പോയി. ഈ പരിപാടികൾ കാണിച്ച് ഇത് കാണാൻ CPM-നോ കോൺഗ്രസിനോ കഴിഞ്ഞില്ല, കണ്ടിട്ടില്ല. അവർ നല്ല രീതിയിൽ കണ്ണടച്ച കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ മെഴുകുന്ന മലനാടന്മാരെ പോലത്തെ കുറേ വാണ ചാനലുകളുണ്ട്. അതാണ് ഏറ്റവും കോമഡി. അപ്പോൾ അതവിടെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പം ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അത് ചെറിയൊരു കാര്യമൊന്നുമില്ല. ഇതിന് രാഹുൽ ഗാന്ധി ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെ ഒരു ഗൗരവത്തിലെടുക്കാണ്ട് ഒരുമാതിരി ഊച്ചാളി വർത്താനം പറയണ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനും അതിന് താങ്ങി നടക്കുന്ന സംഘി പരിവാരങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന സാധാരണയായിട്ട് നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരെ ജനങ്ങളെ നിങ്ങളും ചിന്തിക്കണം. ഇത്ര കൂളായിട്ട് ആൾക്കാരെ പറ്റിച്ചിട്ട് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വാശിയാണ്. ഇത് മോദിജിനെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ടുള്ള വാശിക്ക് ഇമ്മാതിരി ഊളവർത്താനങ്ങൾ പറഞ്ഞിട്ട് തെളിവ് എവിടെ, പരാതി എവിടെ ചോദിച്ച് നടക്കുന്നത്. ഇതൊക്കെ സ്വമേധ എടുക്കേണ്ട സ്വമേധയാ സ്വന്തം ചെറ്റത്തരം ആൾക്കാർ കാണിച്ചു തന്നാൽ അറ്റ്ലീസ്റ്റ് മറച്ചു വെക്കാനെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം കാണിക്കുന്നതിന് പകരം വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവ. അപ്പം അത്ര ഉറപ്പുണ്ട് വെല്ലുവിളിച്ച് കഴിഞ്ഞാലും ഇവന്മാർ ആ സമയം കൊണ്ട് തിരുമറികളൊക്കെ എന്തെങ്കിലും കാണിച്ച് പുറത്തോട്ട് കൊണ്ടുവരും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ പോലും ഇങ്ങനെ വെല്ലുവിളിച്ച് നടക്കുന്നത്. പക്ഷെ അതിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ട് ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരും നാട്ടിലെ സാധാരണ ജനങ്ങളും കണ്ണ് തുറന്ന് നോക്കണം ഇനിയെങ്കിലും. അതായത് ഈ ഒരു ആരോപണം ഉണ്ടായി വിത്തിൻ സെക്കൻഡ്സിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് പോലും ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിലെ ആസൂത്രിതമായിട്ട് അവർ കാട്ടിക്കൂട്ടിയുള്ള കാര്യങ്ങൾ, CCTV ഡിലീറ്റ് ചെയ്യുന്നതും സൈറ്റ് ക്യാൻസൽ ചെയ്യുന്നതും ഒക്കെ ആയിട്ട് എന്തൊക്കെ പരിപാടികൾ അവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു നാട് തന്നെ കേട്ടോ. ഈ ഡാഷുകളെ കയ്യിൽ കിട്ടിയിട്ട് അവന്മാർ കുട്ടിച്ചോറാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ. കഷ്ടം.